ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 43 തൃണാവർത്തപദം ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ത്വാമേകദാ ഗുരുമരുൻപുരനാഥവോടും കാടാതിരൂഢഗരിമാണം അപാരയന്തി മാതാനിതായ ശയനേ കിമിദം ബലേരി ധ്യായന്ത്യജേട്ടതഗൃഹേഷു നിവിഷ്ടശങ്കാം. അർത്ഥം, അന്വയം. അർത്ഥം: ഗുരു മരുത്പുരനാഥ, ഗുരുവായൂരമരുന്ന ഭഗവാൻ. ഏകദ, ഒരിക്കൽ. മാതാവായ യശോദ. കാടാതിരൂഢ ഗരിമാണം, അത്യന്തം പെരുകിയ ഭാരത്തോടുകൂടിയ. ത്വാം, അവിടുത്തെ. ഓടും, വഹിക്കാൻ. അപാരയന്തി, കഴിവില്ലാത്തവളായി തീർന്നിട്ട്. ശയനേ, കിടക്കയിൽ. നിധായ, കിടത്തിയിട്ട്. കിമിതം ബദ, ഇതെന്തൊരു അത്ഭുതം. ഇതി, എന്ന് വിചന്തിച്ച്. നിവിഷ്ടശങ്ക, സംശയത്തോടുകൂടി. ധ്യായന്തി, ഭഗവാനെ ധ്യാനിക്കുന്നവളായി. ഗൃഹേഷു, ഗൃഹത്തിൽ. അജേഷ്ടത, കർമ്മ നിരതയായി തീർന്നു. ഹരിവു. സാരം: മടിയിലിരുന്ന ഭഗവാനു ഭാരമേറി വന്നപ്പോൾ ഭയപ്പെട്ട യശോദ വിഷാദം കൊണ്ട് മനം കലങ്ങി തൻ്റെ പുത്രന് ഒന്നും സംഭവിക്കരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുഞ്ഞിനെ കിടക്കയിൽ കിടത്തിയിട്ട് ഗൃഹകൃത്യങ്ങളിൽ വ്യാപൃതയായി തീർന്നു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. താപൻ വിദൂരമുപകർണിത ഘോരഘോഷ വാദം വിഭാം സുപടലി പരിപൂരിതാശാം വാത്യാബവു സഹില ദൈത്യവരസ്തൃണാവർത്താക്യോ ജകാര ജനമാനസഹാരിണം ത്വാം. അന്വയം. അർത്ഥം: താപം, അപ്പോൾ. ഉപകർണിത ഘോരഘോഷ വ്യാജ്രം വിഭാംസു പടലീ പരിപൂരിതാശ, കേൾക്കപ്പെടുന്ന ഭയങ്കര ശബ്ദം കൊണ്ടും വ്യാപിക്കുന്ന പൊടിപടലം കൊണ്ടും നിറയ്ക്കപ്പെട്ട ദിക്കോടു കൂടിയവനും. വാത്യാബവു, കൊടുങ്കാറ്റിൻ്റെ രൂപമുള്ളവനുമായ. തൃണാവർത്താക്യ, തൃണാവർത്തൻ എന്ന പേരുള്ള. ദൈത്യവരം, കംസസേവനായ അസുരൻ. ജനമാനസകാരണം, ജനങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന. ത്വാം, അവിടുത്തെ. ജകാര കില, എടുത്തുകൊണ്ടുപോയി. സാരം: അപ്പോൾ അങ്ങകലെ നിന്നും കേൾക്കപ്പെട്ട ഭയങ്കരമായ ശബ്ദം കൊണ്ടും എങ്ങും വരുന്ന കാറ്റിൽ ഉയർന്ന പൊടി കൊണ്ടും ദിക്കുകൾ മറയ്ക്കപ്പെട്ട കാറ്റിൻ്റെ രൂപം ധരിച്ച് തൃണാവർത്താസുരൻ ജനഹൃദയഹാരിയായ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ടുപോയി. ഹരിവും.